provocante, muy elegante, la trompa muy larga, la trompa gigante. Muy larga. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഹാൻഡ് സാനിറ്റൈസറുകളെ കുറിച്ചിട്ടാണ്. അപ്പം എന്തായാലും നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടാതെ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ ഇൻട്രോ ഒന്നും ഒത്തിരി നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എപ്പിസോഡ് ഓഫ് വൈറ്റ് ഡെവിൽ വ്ളോഗ്സ്. ഗൈസ്, ആദ്യം തന്നെ നമ്മൾ ഹാൻഡ് സാനിറ്റൈസർ ചൂസ് ചെയ്യേണ്ട ഒരു പ്രത്യേക രീതിയുണ്ട്. അപ്പം ആ രീതിക്ക് എല്ലാവരും ഹാൻഡ് സാനിറ്റൈസർ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ഹാൻഡ് സാനിറ്റൈസറിൻ്റെയും പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും 99.99% ജെംസ് വിത്തൗട്ട് വാട്ടർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, കില്ലിയോ എന്നൊക്കെ. അപ്പം നമ്മൾ അത് നോക്കിയിട്ടല്ല ഗൈസ് ഒരിക്കലും ഒരു ഹാൻഡ് സാനിറ്റൈസർ ചൂസ് ചെയ്യേണ്ടത്. ഹാൻഡ് സാനിറ്റൈസർ ചൂസ് ചെയ്യേണ്ടത് അതിൻ്റെ അകത്തുള്ള ആൽക്കഹോൾ കണ്ടൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം ആൽക്കഹോൾ കണ്ടൻറ്റ് എത്രത്തോളം കൂടാവോ അത്രത്തോളം നല്ലതാണ്. അതേപോലെ തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡിൽ നിന്നുള്ള ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക. ഇപ്പം ഈ ഒരു കോവിഡ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഇഷ്ടം പോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഹാൻഡ് സാനിറ്റൈസർ കമ്പനികൾ നിലവിലെടുത്ത് വന്നിട്ടുണ്ട്. അത് ലൈസൻസ് ഉള്ളതുകൊണ്ട് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കേട്ടിട്ടുള്ള കമ്പനികളുടെ ഹാൻഡ് സാനിറ്റൈസേഴ്സ് മാത്രം ഉപയോഗിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം എന്ന് പറയുന്നത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. നമ്മൾ ഏതൊരു ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ സ്കിന്ന് ഹാർഡാവുന്നുണ്ട്, സോഫ്റ്റ് ആവുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഒന്ന് ഉപയോഗിച്ച് ജസ്റ്റ് കൈ ഒന്ന് ശരിക്കും ഒന്ന് വാഷ് ചെയ്ത് ഒരു 5-6 സെക്കൻഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അറിയാൻ സാധിക്കും, നമ്മുടെ സ്കിന്നിലൊന്ന് ജസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും നന്നായിട്ട് ഹാർഡാവുന്നത്. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. എപ്പോഴും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക. കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അത് തന്നെയാണ്. പിന്നെ നമ്മൾ ഹാൻഡ് സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കുമ്പോഴത്തേന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ലോക്ക്ഡൗൺ സമയത്ത്, അതായത് മദ്യ ഷാപ്പുകളൊന്നും ഇല്ലാത്ത സമയത്ത് ഹാൻഡ് സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ചിട്ട് ചാരായം വാറ്റി വിറ്റു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകളിലൊക്കെ ഇഷ്ടംപോലെ കണ്ടതാണ്. അപ്പം അങ്ങനെ ഈ ഹാൻഡ് സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരിക്കലും അത് കുടിക്കാൻ പാടില്ല. അതായത് ഹാൻഡ് സാനിറ്റൈസർ എടുത്ത് നമ്മൾ വയറ്റിലടിക്കാൻ പാടില്ല. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഗൈസ്, ക്ലോസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മീഥൈൽ ആൽക്കഹോളാണ് ഉപയോഗിക്കുന്നത്. ഈഥൈൽ ആൽക്കഹോളാണ് നമ്മൾ ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് മീഥൈലാണ്. മീഥൈൽ ആയതിനാൽ ഇത് ഹൈലി പോയിസൺ ആണ് ഗൈസ്. ചില ആൾക്കാർക്ക് ഇത് കണ്ണ് അതൊക്കെ അടിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പം അതുകൊണ്ട് ആരും ഹാൻഡ് സാനിറ്റൈസേഴ്സ് എടുത്ത് കുടിക്കരുത്, ഓക്കെ. അതേപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മളെല്ലാവരും ജസ്റ്റ് കൈക്കകത്തോട്ട് ഇങ്ങനെ ഒഴിക്കുക, എന്നിട്ട് ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും ആദ്യ സമയങ്ങളിൽ ആദ്യം ഇൻട്രോയ്ക്കകത്ത് കാണിച്ച ആ വീഡിയോയ്ക്കകത്ത് പോലും ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പക്ഷേങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല ഗൈസ് ചെയ്യേണ്ടത്. ഈ ഒരു ഹാൻഡ് സാനിറ്റൈസർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടി ഹാൻഡ് സാനിറ്റൈസേഴ്സ് കയ്യിലെടുക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പം നമ്മുടെ വീട്ടിലൊന്നും അതില്ലാത്തതുകൊണ്ട് ഈ ഒരു സാധനം വെച്ചിട്ട് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് സാനിറ്റൈസർ അത് ഒരു ശകലം എടുക്കാവുള്ളൂ, ഒത്തിരി ഇങ്ങനെ ഊറ്റിയെടുക്കില്ല. ഒരു ശകലം, ഒരു 3-4 ഡ്രോപ്പ് ഇങ്ങനെ ഊറ്റിയ ശേഷം സാനിറ്റൈസർ ക്ലോസ് ചെയ്യുക, എന്നിട്ട് അത് ജസ്റ്റ് മാറ്റിയിടുക. അതിനുശേഷം നമ്മുടെ കൈ സാനിറ്റൈസർ ഉണ്ട്, നമ്മൾ ശരിക്കും ആദ്യം ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്യുക, അതിനുശേഷം ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്യുക, അതിനുശേഷം ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്യുക, അതിനുശേഷം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് റബ്ബ് ചെയ്യുക, അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഫുള്ള് ഒന്ന് കൈയെ ജസ്റ്റ് ഫുള്ളൊന്ന് തൂത്ത് വെക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ ഇവിടെ ഒന്ന് ഫുൾ കൈ ഷർട്ട്, അതായത് എന്നെപ്പോലെ ഹാഫ് കൈ ഷർട്ട് ബനിയനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇവിടെ ഒന്നും യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല. അപ്പം ഇവിടെ വന്ന് വൈറസ് പറ്റി പിടിച്ചിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇവിടെയും ഒന്ന് ജസ്റ്റ്, അതായത് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂത്തേക്കുക. അതേപോലെ തന്നെ സാനിറ്റൈസർ വേറൊരു കാര്യം, അതായത് നിങ്ങൾ ആരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ച് പോക്കറ്റിൽ വെച്ച ഉടൻ തന്നെ നമ്മുടെ കൈ സാനിറ്റൈസർ ഇട്ട് ഉറപ്പായിട്ടും തടവിയിരിക്കണം, അല്ലെങ്കിൽ തേച്ചിരിക്കണം. അതെന്താണെന്ന് വെച്ചാൽ എന്തായാലും നമ്മുടെ കണ്ണൊക്കെ ചൊറിയും. അപ്പം നമ്മൾ കണ്ണിലേക്ക് നമ്മുടെ കൈ കൊണ്ടുപോയി ഇങ്ങനെ ചൊറിയാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നല്ല, ചൊറിഞ്ഞിരിക്കും. അപ്പം ആ ഒരു കയ്യിലുള്ള വൈറസ് നമ്മുടെ കണ്ണിൽ കയറും, അല്ലെങ്കിൽ മൂക്കിങ്ങനെ ചൊറിയുമ്പോൾ മൂക്കിൽ കയറും. അപ്പം അതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് ഗൈസ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ആരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ച ഉടനെ
ജസ്റ്റ് കൈ നന്നായിട്ട് കഴുകുക. ഇന്നത്തെ കോവിഡിൻ്റെ കണക്ക് തന്നെ കണ്ടില്ലേ, 11,000 കടന്നിരിക്കുന്നു. അപ്പം ഇപ്പം ഇതിൻ്റെ സിറ്റുവേഷൻ ടു ഡാർക്കാണ്. 13 വയസ്സുള്ളൊരു കുട്ടി മരിച്ചു. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടുള്ള സിറ്റുവേഷനാണ് ഗൈസ്. നമ്മുടെ നാടിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്കൂളുകളും കോളേജുകളും തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരി പ്രോബ്ലങ്ങളുണ്ട്. 144 പ്രഖ്യാപിച്ചു. എങ്കിൽ പോലും നമ്മുടെ നാട് വളരെ വലിയൊരു അപകടത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാവരും മാക്സിമം വീട്ടിൽ സേഫായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് വീട്ടിൽ വിദ്യാർത്ഥികളും കുട്ടികളും കാര്യങ്ങളൊക്കെ മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കളിക്കാനായിട്ടൊന്നും പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കളിക്കാനായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പോയി ആർക്കും കൊടുക്കുകയും ചെയ്യില്ല, നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അതുപോലെ ഡേഞ്ചറാണ്. നേരത്തെ പ്രായമായിട്ടുള്ള ആൾക്കാർ മാത്രമേ മരിക്കുന്നുള്ളായിരുന്നു, പക്ഷേങ്കിൽ ഇപ്പോൾ കുട്ടികളും മരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ഡേഞ്ചറാണ്. നാളെ നമ്മൾ അല്ലെങ്കിൽ ഇന്ന് തന്നെ നോക്കട്ടെ ഗൈസ്, ആ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്ന നമ്മൾ കോവിഡ് ബാധിക്കാതിരിക്കാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് നമുക്ക് ബാധ ഉണ്ട് എന്ന് സംശയം തോന്നിയാൽ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം എന്തായാലും ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് ഇതിനേക്കാളും നല്ലൊരു കിടിലൻ കണ്ടന്റുമായിട്ട് കാണാം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻസിൽ പിഷാജി ഫ്രം YW വ്ളോഗ്സ് സൈനിങ് ഓഫ് വിത്ത് പീസ്.